ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഡേറ്റ പ്രോസസ്സിംഗ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ അകത്ത് എന്തൊക്കെ ഘട്ടങ്ങളാണുള്ളത്, ദ സ്റ്റേജസ് ഓഫ് ഡേറ്റ പ്രോസസ്സിംഗ്. ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ വിവിധ സ്റ്റേജുകൾ, വിവിധ ഘട്ടങ്ങൾ. അപ്പോൾ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റിക്കകത്ത് പ്രധാനമായിട്ടും 6 സ്റ്റേജസ് ആണുള്ളത്. 6 സ്റ്റേജസ് നമ്മുടെ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഓരോ സ്റ്റേജസ് ആയിട്ട് നോക്കുക. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ക്യാപ്ചറിങ് ഡേറ്റ, ഡേറ്റയെ ക്യാപ്ചർ ചെയ്യുക. 2 ഇൻപുട്ട് ഓഫ് ഡേറ്റ, ഡേറ്റയെ ഇൻപുട്ട് ചെയ്യുക. 3 എന്ന് പറയുന്നത് സ്റ്റോറേജ് ഓഫ് ഡേറ്റ, ഡേറ്റയെ സ്റ്റോർ ചെയ്യുക. 4 എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റ, ഡേറ്റ എന്ത് ചെയ്യുന്നു? പ്രോസസ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ആ ഡേറ്റയ്ക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നു. അതിനെയാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. നമ്മുടേതായിട്ടുള്ള എന്താണോ നമ്മുടെ ആവശ്യം അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ആ ഡേറ്റയിൽ വരുത്തുന്നു. അതിനെയാണ് നമ്മൾ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം എന്താണ്? അപ്പോൾ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിലോട്ട് ആ ഡേറ്റ മാറും. അതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് ചെയ്യുന്നു. ഇതാണ് 5ാമത്തെ സ്റ്റേജ്, ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ. ഇനി അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ആ ഇൻഫർമേഷനെ ഔട്ട്പുട്ട് ചെയ്താൽ മാത്രം പോരാ, നമ്മളതിനെ എന്ത് ചെയ്യുന്നു? നമ്മളതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, നമ്മളതിനെ വിതരണം ചെയ്യുന്നു, അല്ലേ? അത് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് നമ്മൾ എത്തിക്കുന്നു. അപ്പോൾ ഇത്രയും 6 ഘട്ടങ്ങൾ ചേരുമ്പോഴാണ് നമ്മളതിന് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6 ഘട്ടങ്ങൾ നിങ്ങൾ ഓർമ്മിച്ചോളണം. ഏതൊക്കെയാണ്? ക്യാപ്ചറിങ് ഡേറ്റ, 2 ഇൻപുട്ട് ഓഫ് ഡേറ്റ, 3 സ്റ്റോറേജ് ഓഫ് ഡേറ്റ, 4 പ്രോസസ്സിംഗ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റ, 5 ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ, 6 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ഇനി ഈ ഓരോ സ്റ്റേജും എന്താണ് എന്നതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഡേറ്റ ക്യാപ്ചറിങ്. അപ്പോൾ ഡേറ്റ ക്യാപ്ചറിങ് എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഡേറ്റ ക്യാപ്ചറിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡേറ്റയെ ക്യാപ്ചർ ചെയ്യുക, ഡേറ്റയെ ശേഖരിക്കുക. ഡേറ്റയെ ശേഖരിക്കുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡേറ്റ ക്യാപ്ചറിങ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലോട്ട് ഡേറ്റ പ്രോസസ്സിങ്ങിനായിട്ട് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമുള്ള ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശേഖരിക്കണം, അല്ലേ? കളക്ട് ചെയ്യണം. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡേറ്റ ക്യാപ്ചറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റയെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ക്യാപ്ചർ ചെയ്താൽ പോരാ, കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കാൻ പാകത്തിന് നമ്മൾ ഡേറ്റയെ ക്യാപ്ചർ ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ ചില പ്രൊഫോമുകൾ യൂസ് ചെയ്യാറുണ്ട്, ചില പ്രത്യേക രീതിയിലുള്ള ലിസ്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിന് നമ്മൾ സോഴ്സ് ഡോക്യുമെൻ്റ് എന്നാണ് പറയുന്നത്, കേട്ടോ. അതിനെ നമ്മൾ എന്തെന്ന് പറയും? ശ്രദ്ധിച്ചോളണം. അതിനെ നമ്മൾ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയും. കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുന്നതിന് അനുയോജ്യമായ രീതിയിൽ ഡേറ്റയെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പെർഫോമുകളെ അല്ലെങ്കിൽ ഡോക്യുമെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡേറ്റ ക്യാപ്ചറിങ്. അപ്പോൾ ഡേറ്റ ക്യാപ്ചറിങ് എന്താണെന്ന് ഒന്ന് വായിച്ച് നോക്കിയേ. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ഡേറ്റ പ്രോസസ്സിംഗ്. നമുക്കറിയാം ഡേറ്റ പ്രോസസ്സിങ്ങിലെ ആദ്യത്തെ ഘട്ടമാണ് ഡേറ്റ ക്യാപ്ചറിങ്. ദ പ്രൊഫോമ, ഓൾസോ നോൺ ആസ് ദ സോഴ്സ് ഡോക്യുമെൻറ്റ്, ഈസ് സോ ഡിസൈൻഡ് ദാറ്റ് ഓൾ റിലവൻറ്റ് ഡേറ്റ ടു ബി റെക്കോർഡഡ് ഇൻ പ്രോപ്പർ ഓർഡർ ആൻഡ് ഫോർമാറ്റ്. അപ്പോൾ നമ്മൾ ഈ ഡേറ്റയെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഒരു പ്രൊഫോമ ഉപയോഗിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഈ സോഴ്സ് ഡോക്യുമെൻ്റ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടറിലോട്ട് ഡേറ്റയെ കൊടുക്കാൻ അനുയോജ്യമായ രീതിയിൽ ഡേറ്റയെ കളക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ സോഴ്സ് ഡോക്യുമെൻ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഈ സെൻസസ് എടുക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുള്ളതായിട്ട് അറിയാമോ? ഇതിന് മുമ്പ് സെൻസസ് നടന്നത് 2011 ഇപ്പോൾ 2021 ഈ അടുത്ത സെൻസസ് പൂർത്തിയാകേണ്ടതാണ്. നമ്മുടെ ഈ കൊറോണയൊക്കെ ആയതുകൊണ്ടാണ് ഇത് നടക്കാതെ പോയത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും 2011 ആർക്കെങ്കിലും ഈ സെൻസസ് എടുക്കാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന ആളുകളെ ഓർമ്മയുണ്ടെങ്കിൽ, നിങ്ങളുടെ ടീച്ചർമാരൊക്കെ ആയിരിക്കും സാധാരണ സെൻസസ് എടുക്കാൻ വരുന്നത്. അവരുടെ കയ്യിലൊരു വലിയ ഷീറ്റ് ഓഫ് പേപ്പർ ഉണ്ടാവും. ആ പേപ്പറിനകത്ത് അവർ ചോദിക്കും, ഈ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്, അതിൽ സ്ത്രീകൾ എത്ര പേരാണ്, പുരുഷന്മാരെത്ര പേരാണ്, കുട്ടികൾ എത്ര പേരാണ്, ഇവർ എത്ര പേര് 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ട്, ഇനി നമ്മുടെ വീട്ടിൽ കക്കൂസുണ്ടോ, കുളിമുറിയുണ്ടോ, നമ്മുടെ ഈ വീട്ടിൻ്റെ വരുമാന മാർഗ്ഗം എന്താണ്, കുടുംബനാഥൻ എന്താണ് ജോലി ചെയ്യുന്ന ആളുകൾ ആരൊക്കെയുണ്ട്, അങ്ങനെ കുറേ ഡേറ്റ അടങ്ങിയ ഒരു ഷീറ്റ് അവരുടെ കയ്യിലുണ്ടാകും. ഇതാണ് സോഴ്സ് ഡേറ്റ.
ഇതിലവർ എന്താണ് ഇപ്പോൾ ഓരോ ഡേറ്റ അവരൊരു ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യം ചോദിക്കുന്നതനുസരിച്ച് നമ്മൾ പറയുന്ന ഉത്തരം അവരതിൻ്റെ അകത്ത് അടയാളപ്പെടുത്തിയാണ് പോകുന്നത്, എൻ്റർ ചെയ്താണ് പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സെൻസസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഒരു ഡേറ്റ പ്രോസസ്സിങ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ കമ്പ്യൂട്ടറാണ് ഇപ്പോൾ അത് ചെയ്യുന്നത്. ഈ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ്. ഡേറ്റ ക്യാപ്ചർ ചെയ്യാൻ മാത്രമാണ് ആളുകൾ വരുന്നത്. അപ്പോൾ ഈ ഓരോ ആളും ഓരോ രീതിയിൽ ഡേറ്റ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്ത് അത് നമുക്ക് പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡേറ്റ ക്യാപ്ചർ ചെയ്യുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം, ഏകീകൃതമായ ഒരു മാർഗം ഉണ്ടാകണം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പെർഫോമുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡേറ്റ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ ക്യാപ്ചറിങ് എന്താണെന്ന് മനസ്സിലായല്ലോ. കമ്പ്യൂട്ടറിലോട്ട് ഡേറ്റ പ്രോസസ്സിങ്ങിനായിട്ട് കൊടുക്കാൻ ഡേറ്റയെ കളക്ട് ചെയ്യുന്ന പരിപാടിക്കാണ് നമ്മൾ ഡേറ്റ ക്യാപ്ചറിങ് എന്ന് പറയുന്നത്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പെർഫോമുകളെ നമ്മൾ എന്ത് പറയുന്നു? സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഇപ്പോൾ ഓൺലൈൻ അഡ്മിഷൻ നടന്നു അല്ലേ? ഓൺലൈൻ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമല്ലോ. നിങ്ങൾ ആരാണോ ഓൺലൈൻ അഡ്മിഷന് വേണ്ടി നിങ്ങളെ സഹായിച്ചത്, നിങ്ങൾ ചിലപ്പോൾ അക്ഷയ സെൻറ്ററിൽ പോയായിരിക്കും ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ട്യൂഷൻ സെൻറ്റർ വഴിയായിരിക്കും നിങ്ങൾ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ വഴിയായിരിക്കും നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഉറപ്പായിട്ട് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പോലും നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊരു സോഴ്സ് ഡോക്യുമെൻ്റ് എക്സാമ്പിളാണ്. ഇപ്പോൾ നിങ്ങളടുത്ത് ഒരാൾ വന്നിട്ട് പറയുകയാണ്, എന്താണ്, ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണ്? ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒന്നും കാണുകയില്ല, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവുകയും ചെയ്യും. അതേസമയം കൃത്യമായിട്ടൊരു ആപ്ലിക്കേഷൻ ഫോം തരികയാണ്, അതിൻ്റെ അകത്തുള്ള ഓരോ ഫീൽഡും ഫില്ല് ചെയ്ത് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, ഒന്നും മിസ്സാവുകയുമില്ല. അപ്പോൾ ഇതാണ് സോഴ്സ് ഡോക്യുമെൻ്റ്. നിങ്ങൾ ഇപ്പോൾ ഫില്ല് ചെയ്ത് കൊടുത്ത നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് സോഴ്സ് ഡോക്യുമെൻ്റ് എക്സാമ്പിളാണ്. അപ്പോൾ ഡേറ്റ ക്യാപ്ചറിങ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഓഫ് ഡേറ്റയാണ്. നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നു. കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുന്ന പല തരത്തിലുള്ള ഡേറ്റ ആയിരിക്കാം. അപ്പോൾ ഏത് തരം ഡേറ്റയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഇൻപുട്ട് ഡിവൈസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻപുട്ട്? ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഫീഡിങ് ഡേറ്റ ടു ദ കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിങ് ഈസ് നോൺ ആസ് ഇൻപുട്ട്. പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിലോട്ട് ഡേറ്റ ഫീഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് എന്ന് പറയുന്നത്. ദ ഇൻപുട്ട് ഡേറ്റ ഈസ് യൂഷ്വലി സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ ബിഫോർ ഇറ്റ് ഈസ് പ്രോസസ്ഡ്. അപ്പോൾ ഡേറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിലോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുന്നു അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് ആ ഡേറ്റയെ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? സ്റ്റോർ ചെയ്തിരിക്കണം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻപുട്ട് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പല തരത്തിലുള്ള ഡേറ്റ ആയിരിക്കും നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുന്നത്. ഓരോ തരം ഡേറ്റയ്ക്കും വേണ്ടി നമ്മൾ ഓരോ തരം ഇൻപുട്ട് ഡിവൈസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഇൻപുട്ട് ഡിവൈസുകളെ പറ്റിയെല്ലാം നമ്മൾ മറ്റൊരു ചാപ്റ്ററിൻ്റെ അകത്ത് വിശദമായിട്ട് പഠിക്കും. ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ്, ഓരോ ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് തരം ഡേറ്റയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റൊരു ചാപ്റ്ററിൻ്റെ അകത്ത് പഠിക്കും. ഇവിടെ തൽക്കാലം നമ്മൾ ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ അകത്ത് വരുന്ന രണ്ടാമത്തെ ഘട്ടമായ ഇൻപുട്ട് ഓഫ് ഡേറ്റയിൽ എന്താണ് നടക്കുന്നതെന്ന് മാത്രം നിങ്ങൾ ഓർമ്മിച്ചിരുന്നാൽ മതി. ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണ്. കമ്പ്യൂട്ടറിനകത്തോട്ട് ഇൻപുട്ട് ചെയ്ത ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്ത ഡേറ്റയെ മാത്രമേ കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്യാനായിട്ട് കഴിയൂ. സ്റ്റോർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയൂ? പ്രോസസ്സ് ചെയ്യാനായിട്ട് കഴിയൂ. അതിപ്പോൾ നമ്മളാണെങ്കിലും കമ്പ്യൂട്ടറാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. നമുക്കും ഏതൊരു ഡേറ്റയും പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അത് ആദ്യം സ്റ്റോർ ചെയ്യണം. അതുപോലെ കമ്പ്യൂട്ടറിനും ഏതൊരു ഡേറ്റയും പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ആദ്യം സ്റ്റോർ ചെയ്യണം. അപ്പോൾ എന്താണ് സ്റ്റോറേജ് ഓഫ് ഡേറ്റയ്ക്കകത്ത് പറയുന്നത്? ദ ഇൻപുട്ട് ഡേറ്റ ഈസ് സ്റ്റോർഡ് ബിഫോർ പ്രോസസ്സിങ് അല്ലേ? പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇൻപുട്ട് ഡേറ്റ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ആൻഡ് ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ദ പ്രോസസ്സിങ് ഈസ് ഓൾസോ സ്റ്റോർഡ്. ദ സ്റ്റോർഡ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ ഫ്യൂച്ചർ ഫോർ വേരിയസ് പർപ്പസ്. അപ്പോൾ ഇൻപുട്ട് ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് ചെയ്ത ഡേറ്റയെ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. ഇനി ഇൻപുട്ട് ചെയ്ത ഡേറ്റയെ മാത്രമല്ല, ഈ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഡേറ്റയെ
നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. എന്നാൽ ഈ ശരിക്കുമുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതിന് മുമ്പ് നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് കിട്ടും. ചില അവസരങ്ങളിൽ അങ്ങനെ കിട്ടും. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, 5ഉം 2ഉം 1ഉം എത്രയാണ്? 5 + 2 + 1 എത്രയാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ പറയും 5ഉം 2ഉം 1ഉം കൂടെ ചേരുമ്പോൾ എത്രയായി? അത് 8 അല്ലേ? പക്ഷേ ഇവിടെ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിലേതെങ്കിലും 2 നമ്പേഴ്സിനെ ആയിരിക്കും ആദ്യം കൂട്ടുന്നത്. 5നെയോ 2നെയോ അല്ലെങ്കിൽ 2നെയോ 1നെയോ ആയിരിക്കും ആദ്യം കൂട്ടുന്നത്. അപ്പോൾ 5ഉം 2ഉം നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് 7 കിട്ടി. ആ 7ൻ്റെ കൂടെ നമ്മൾ ഇനി 1 കൂട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ 7 എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് റിസൾട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻ്റർമീഡിയറ്റ് റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻപുട്ട് ഡേറ്റയും സ്റ്റോർ ചെയ്യും, ഇൻ്റർമീഡിയറ്റ് റിസൾട്ടിനെ നമ്മൾ സ്റ്റോർ ചെയ്യും. ഇനി ഈ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷനെ നമുക്ക് ഭാവിയിൽ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനും കഴിയും. സ്റ്റോർ ചെയ്ത ഇൻഫർമേഷനെ ഭാവിയിൽ പല ആവശ്യങ്ങൾക്കുമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് 10ാം ക്ലാസ് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്ത് വച്ചിട്ടുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെർവറുകളിൽ ആ ഡേറ്റയുണ്ട്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുത്താൽ മാത്രം മതി ഈ ഡേറ്റ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും, കമ്പ്യൂട്ടറിലോട്ട് വരും. അപ്പോൾ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഓരോ പ്രാവശ്യവും നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലേ? നമുക്ക് എളുപ്പമാണ്. മാത്രമല്ല ആ ഡേറ്റയ്ക്ക് വ്യത്യാസമൊന്നും വരികയില്ല. അത് കറക്റ്റ് ഡേറ്റയും ആയിരിക്കും. അപ്പോൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് 3ാമത്തെ സ്റ്റേജ്. ഇനി 4ാമത്തെ സ്റ്റേജ് എന്താണ്? പ്രോസസ്സ്. ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോസസ്സ് ചെയ്യുന്നു. ഡേറ്റയെ പ്രോസസ്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ എന്താണെന്ന് വായിച്ചു നോക്കിയേ. ദ ഡേറ്റ സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ഈസ് റിട്രീവ്ഡ് ഫോർ പ്രോസസ്സിങ്. നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്ത് വച്ചേക്കുന്ന ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ നിന്നെടുത്ത് പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ തരം ഓപ്പറേഷൻസ് വരാം നോക്കിക്കേ. വേരിയസ് ഓപ്പറേഷൻസ് ലൈക്ക് കാൽക്കുലേഷൻ, ക്ലാസിഫിക്കേഷൻ, കമ്പാരിസൺ, സോർട്ടിംഗ്, ഫിൽട്ടറിംഗ്, സമ്മറൈസിങ് എക്സെട്ര. അപ്പോൾ ഡേറ്റ പ്രോസസ്സിങ്ങിന് എക്സാമ്പിൾസ് ആണ് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ അകത്ത് വരുന്ന വിവിധ ഓപ്പറേഷൻസിനെ പറ്റിയാണ് പറയുന്നത്. ഏതൊക്കെയാണത്? അത് കാൽക്കുലേഷൻസ് വരാം, കണക്ക് കൂട്ടലുകൾ വരാം, ക്ലാസിഫിക്കേഷൻസ് വരാം, ഡേറ്റയെ നമ്മൾ പല ഗ്രൂപ്പുകളിലോട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്, കമ്പാരിസൺസ് വരാം, താരതമ്യപ്പെടുത്താറുണ്ട്, സോർട്ടിങ് വരാം, ക്രമീകരിക്കാറുണ്ട്. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്നും ചെറുതിലോട്ടോ അല്ലെങ്കിൽ ചെറുതിൽ നിന്നും വലുതിലോട്ടോ തരംതിരിക്കുന്നതിനെയാണ് നമ്മൾ സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി ഫിൽട്ടറിംഗ് വരാം. ഫിൽട്ടറിംഗ് എന്ന് പറഞ്ഞാൽ കുറേ ഡേറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡേറ്റയെ മാത്രം സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യുക എന്ന് പറയുന്നത്. ഇനി സമ്മറൈസിങ്, ഡേറ്റയെ നമ്മൾ ഡേറ്റയ്ക്കകത്ത് ഉള്ള ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങളെ മാത്രമായിട്ട് നമ്മൾ സമ്മറൈസ് ചെയ്തെടുക്കാറുണ്ട്, അതായത് കൺക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രോസസ്സിങ് ഇതിൻ്റെ നടക്കാറുണ്ട്. ഈ പറയുന്ന ഓപ്പറേഷൻസ് എല്ലാം നിങ്ങൾക്ക് പരിചയമുള്ള ഓപ്പറേഷൻസ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാൽക്കുലേഷൻ എന്താണ്, ക്ലാസിഫിക്കേഷൻ എന്താണ്, കമ്പാരിസൺ എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് സെഷനിൽ അത് എന്താണെന്ന് നോക്കാം. ഇനി അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ആണ് ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഡേറ്റയെ പ്രോസസ്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഫർമേഷൻ കിട്ടും. ആ ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിനകത്ത് വച്ചിരുന്നാൽ മതിയോ? പോരാ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിനെ ഔട്ട്പുട്ട് ചെയ്യണം, അല്ലേ? ആളുകൾക്ക് വേണ്ടി നമ്മൾ ആ ഇൻഫർമേഷൻ കൊടുക്കണം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ പ്രോസസ്സിംഗ് വിൽ ബി അവൈലബിൾ ഇൻ ദിസ് സ്റ്റേജ്. ഡേറ്റയെ പ്രോസസ്സ് ചെയ്തതിന് ഫലമായി ഉണ്ടാകുന്ന ഇൻഫർമേഷൻ നമുക്ക് ഈ സ്റ്റേജിലാണ് ലഭിക്കുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്ന സ്റ്റേജിലാണ് ലഭിക്കുന്നത്. ഇനി ഡേറ്റയെ നമ്മൾ ഔട്ട്പുട്ട് ചെയ്താൽ മാത്രം പോരാ, എന്ത് ചെയ്യുന്നു? ആ ഔട്ട്പുട്ട് ചെയ്ത ഡേറ്റയെ നമ്മളത് ആവശ്യമുള്ള എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, വിതരണം ചെയ്യും. ഇതാണ് ഏറ്റവും അവസാനത്തെ സ്റ്റേജ്. ദ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ഇൻ ദ ഔട്ട്പുട്ട് സ്റ്റേജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ബെനിഫിഷ്യറീസ്. ഔട്ട്പുട്ട് സ്റ്റേജിൽ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യും? ബെനിഫിഷ്യറീസിന്, അതായത് ഗുണഭോക്താക്കൾക്ക് നമ്മൾ എന്ത് ചെയ്യും? വിതരണം ചെയ്യും. ദേ ടേക്ക് ഡിസിഷൻസ് ഓർ സോൾവ് പ്രോബ്ലംസ് അക്കോർഡിംഗ് ടു ദ ഇൻഫർമേഷൻ. ആ പറയുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്ത് അവർ തീരുമാനങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയോ ചെയ്യും. അത് ഓരോരുത്തരുടെയും ആവശ്യം എന്താണോ അതിനനുസരിച്ച് അവർ ആ ഇൻഫർമേഷൻ ഉപയോഗിക്കും.
അപ്പോൾ ഇതാണ് അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഘട്ടങ്ങൾ ചേരുന്നതാണ് ഡേറ്റ പ്രോസസ്സിംഗ്. ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ അകത്തുള്ള വിവിധ ഘട്ടങ്ങൾ എന്താണെന്ന് ഒന്നുകൂടി കാണുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡേറ്റ പ്രോസസ്സിംഗ് ആണ്. ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രോസസ്സാണ്. ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ അകത്ത് വരുന്ന വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ അകത്ത് പറഞ്ഞ ഘട്ടങ്ങൾക്കകത്ത് ഒന്നാമത്തെ സ്റ്റേജിൽ മാത്രമേ മനുഷ്യൻ വർക്ക് ചെയ്യുന്നുള്ളൂ. ഡേറ്റ ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്നൊരു ജോലി മാത്രമേ മനുഷ്യനുള്ളൂ. ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും ചെയ്യുന്നത് ആരാണ്? ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഡേറ്റ പ്രോസസ്സിംഗ് ആക്ടിവിറ്റിയാണ് സെൻസസ്. ഓരോ 10 വർഷം കൂടുമ്പോഴാണ് ഈ സെൻസസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. എന്തുകൊണ്ട് 10 വർഷം കൂടുമ്പോൾ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സെൻസസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും തീർന്നു വരാൻ 10 വർഷം എടുക്കുമായിരുന്നു. ഇത് ഏതാണ്ട് ഒരു 200 വർഷം മുമ്പ് തുടങ്ങിയ ഒരു പ്രോസസ്സാണ്. ഈ സെൻസസ് എന്ന് പറയുന്നത് 200 വർഷങ്ങൾക്ക് മുൻപേ ബ്രിട്ടീഷുകാരിവിടെ ഉണ്ടായിരുന്ന കാലം മുതലേ സെൻസസ് ഉണ്ട്. അന്ന് ശരിക്കും എന്താണ് ഈ ഡേറ്റ കളക്ട് ചെയ്ത്, അന്ന് കമ്പ്യൂട്ടറൊന്നുമില്ല, ഈ ഡേറ്റ കളക്ട് ചെയ്ത് അതിനെ മാനുവലി മനുഷ്യന് തന്നെ എന്താണ് പ്രോസസ്സ് ചെയ്താണ് അതിൽ നിന്ന് ഡേറ്റ ഇൻഫർമേഷനാക്കി മാറ്റിക്കൊണ്ടിരുന്നത്. അതിന് 10 വർഷത്തോളം എടുക്കുമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് കമ്പ്യൂട്ടറിനകത്തോട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇന്ന് കമ്പ്യൂട്ടർ എന്താണ് ഈ പറയുന്ന സെൻസസിനകത്ത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഈ സെൻസസ് ഇൻഫർമേഷൻ എല്ലാം കിട്ടുന്നത്. അല്ലെങ്കിൽ 2011 മുതൽ കളക്ട് ചെയ്ത് തുടങ്ങുന്ന ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും അത് 2021 ആകുമായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ അകത്ത് കമ്പ്യൂട്ടറിൻ്റെ റോള് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നാണ് അതിനർത്ഥം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റുകളെ പറ്റിയാണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡിവൈസിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു 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 സിംഗിൾ ഡിവൈസ് അല്ല, അതൊരു സിസ്റ്റമാണ്. ഒരുപാട് യൂണിറ്റുകൾ ചേർന്നുണ്ടാകുന്ന ഒരു സിസ്റ്റമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിൻ്റെ ജോലി എന്ന് പറയുന്നത് ഡേറ്റ പ്രോസസ്സിംഗ് ആയതുകൊണ്ട് ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ അകത്തുള്ള ഓരോ ഘട്ടത്തെയും വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് കമ്പ്യൂട്ടറിനെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ കണ്ടല്ലോ. അതിനനുസരിച്ച് കമ്പ്യൂട്ടറിനും പല പല സെക്ഷനുകൾ, വിഭാഗങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിതൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് ഇൻപുട്ട് യൂണിറ്റ്, രണ്ടെന്ന് പറയുന്ന സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, മൂന്നെന്ന് പറയുന്നത് സ്റ്റോറേജ് യൂണിറ്റ്, നാലെന്ന് പറയുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ഫങ്ഷണൽ യൂണിറ്റുകളാണ് കമ്പ്യൂട്ടറിന് ഉള്ളത്. ഏതൊക്കെയാണ്? ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, നമ്മളതിനെ ചുരുക്കി CPU എന്ന് പറയും, സ്റ്റോറേജ് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. അപ്പോൾ കമ്പ്യൂട്ടറിന് ഈ രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ആദ്യമായിട്ട് പറഞ്ഞത് ഈ ചിത്രത്തിൽ കാണുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് ജോൺ വോൺ ന്യൂമാൻ എന്നാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1903 മുതൽ 1957 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന മാത്തമെറ്റീഷ്യനാണ് ഈ രീതിയിൽ വേണം നമ്മളൊരു കമ്പ്യൂട്ടറിനെ ഡിസൈൻ ചെയ്യാനെന്ന് ആദ്യമായിട്ട് പറഞ്ഞു. അതിനു മുമ്പ് വരെ കമ്പ്യൂട്ടർ ആ രീതിയിലായിരുന്നില്ല ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കമ്പ്യൂട്ടറിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ആ രീതിയിലായിരുന്നില്ല. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ മെഷീൻ ആകാൻ പാടില്ല. ഇങ്ങനെ എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിവുള്ള കുറേ ഫങ്ഷണൽ യൂണിറ്റുകൾ ചേർന്നതായിരിക്കണം കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഡിസൈൻ കമ്പ്യൂട്ടറിന് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തത് ഈ ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന മാത്തമെറ്റീഷ്യനാണ്. അപ്പോൾ നമ്മൾ കാണുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇന്ന് ഈ രീതിയിലാണ് ഇരിക്കുന്നത് അല്ലേ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ കമ്പ്യൂട്ടറിന് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ എന്താണ്, അതിന് ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട് അല്ലേ, അതിനൊരു ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, പിന്നെ കമ്പ്യൂട്ടറിനൊരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, പിന്നെ പ്രധാനമായിട്ടും കമ്പ്യൂട്ടറിന് എന്തുണ്ട്, ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. ഇൻപുട്ട് യൂണിറ്റുകൾ വഴിയാണ് നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് ഇൻപുട്ട് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് യൂണിറ്റിൽ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. ഇനി
ഈ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഇടയിൽ എപ്പോഴൊക്കെയാണോ നമുക്ക് ഡേറ്റയെ സ്റ്റോർ ചെയ്യേണ്ടി വരുന്നത്, ആ ഡേറ്റയെല്ലാം നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്കൊരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. ഇനി എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ എല്ലാ തരത്തിലുമുള്ള പ്രോസസ്സ് നടക്കുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന CPU എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ്. ഇത് ശരിക്കും നമ്മുടെ മനുഷ്യ ശരീരം ഏത് രീതിയിലാണോ വർക്ക് ചെയ്യുന്നത് അതേ രീതിയിലാണ് ഈ ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന ആൾ കമ്പ്യൂട്ടറിനെയും വിഭാവനം ചെയ്തത്. അപ്പം നമുക്കും ഉണ്ട് ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്. നമ്മുടെ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് അല്ലേ. കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്, ഇതാണ് നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ. ഇതുവഴിയാണ് നമ്മുടെ തലച്ചോറിലോട്ട് ഡേറ്റ എത്തുന്നത്. ഇതാണ് നമ്മുടെ ഇൻപുട്ട് യൂണിറ്റ്. ഇനി നമ്മുടെ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഡേറ്റ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മളെ നാവ് എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് യൂണിറ്റാണ് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ കൈയും കാലും എല്ലാം നമ്മുടെ ഔട്ട്പുട്ട് യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കൊരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. അതെവിടെയാണ്, നമ്മുടെ തലച്ചോറിനകത്താണ് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറാണ് നമ്മളെ CPU എന്ന് പറയുന്നത്. അവിടെ തന്നെയാണ് നമുക്ക് ഒരു സ്റ്റോറേജ് യൂണിറ്റും ഉള്ളത്. അപ്പോൾ മനുഷ്യ ശരീരം ഏത് രീതിയിലാണോ വർക്ക് ചെയ്യുന്നത് അതേ രീതിയിലാണ് ഈ കമ്പ്യൂട്ടറിൻ്റെ സ്ട്രക്ചറും ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന ആൾ ഡിസൈൻ ചെയ്തത്. അതേ സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നത്. കാരണം നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിൻ്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്, അത് ഡേറ്റ പ്രോസസ്സിങ്ങിൽ മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ തലച്ചോറ് ഏത് രീതിയിലാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ തന്നെ കമ്പ്യൂട്ടറും പ്രവർത്തിക്കണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ നിങ്ങൾ വരച്ച് പഠിച്ചോളണം. ഇത് പരീക്ഷയ്ക്ക് 5 മാർക്കിനൊക്കെ സാധാരണ ചോദിക്കാറുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വരച്ച് തന്നെ പഠിച്ചോളണം. ഇത് നമ്മളെ എക്സാമിന് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ ഡിഫൈൻ ചെയ്യാനായിട്ട് 5 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഓരോ യൂണിറ്റും എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഇൻപുട്ട് യൂണിറ്റ് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇൻപുട്ട് യൂണിറ്റ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, കമ്പ്യൂട്ടറിലോട്ട് ഡേറ്റ ഫീഡ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് ഇൻപുട്ട് യൂണിറ്റിൻ്റെ അകത്ത് ഒരുപാട് ഇൻപുട്ട് ഡിവൈസുകൾ ഉണ്ടാകും. പല ഇൻപുട്ട് ഡിവൈസുകളും ചേർന്നാണ് കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് യൂണിറ്റ് ഉണ്ടാകുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ്, നമുക്കെല്ലാവർക്കും അറിയാം, അത് കീബോർഡും മൗസുമാണ് അല്ലേ. കമ്പ്യൂട്ടറിൽ നമ്മൾ ഏറ്റവും കോമൺ ആയി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് കീബോർഡും മൗസുമാണ്. ഇനി ഈ 2 ഇൻപുട്ട് ഡിവൈസുകൾ മാത്രമേ കമ്പ്യൂട്ടറിനുള്ളോ? അല്ല, കമ്പ്യൂട്ടറിന് ധാരാളം ഇൻപുട്ട് ഡിവൈസുകളുണ്ട്. അതെല്ലാം നിങ്ങൾ മറ്റൊരു ചാപ്റ്ററിൻ്റെ അകത്ത് വിശദമായിട്ട് പഠിക്കും. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് എന്താണെന്ന് നോക്കിയേ. ദ കളക്റ്റഡ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫോർ പ്രോസസ്സിംഗ് ആർ എൻറ്റേർഡ് ഇൻ ടു കമ്പ്യൂട്ടർ ത്രൂ ഇൻപുട്ട് യൂണിറ്റ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റയും പിന്നെ ഡേറ്റ മാത്രം പോരാ, ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനും അല്ലെങ്കിൽ പ്രോഗ്രാമും നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുന്നത് ഏത് വഴിയാണ്, ഇൻപുട്ട് യൂണിറ്റ് വഴിയാണ് അല്ലേ. ഡേറ്റയും ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും പ്രോഗ്രാമുകളും കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുന്നത് ഏത് വഴിയാണ്, ഇൻപുട്ട് യൂണിറ്റ് വഴിയാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ദ ഡേറ്റ മേ ബി ഡിഫറൻറ്റ് ഫോം ലൈക്ക് നമ്പർ, ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ എക്സെട്ര. ഡേറ്റ നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുന്ന ഡേറ്റ പല തരത്തിലുള്ള ഡേറ്റ ആയിരിക്കും അല്ലേ. അത് ചിലപ്പോൾ നമ്പേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വാക്കുകളായിരിക്കും, ചിലപ്പോൾ ചിത്രങ്ങളായിരിക്കും, ചിലപ്പോൾ ഓഡിയോ ശബ്ദങ്ങളായിരിക്കും, ചിലപ്പം വീഡിയോ ആയിരിക്കും അല്ലേ. അങ്ങനെ പല തരത്തിലുള്ള ഡേറ്റയാണ് നമ്മൾ കമ്പ്യൂട്ടറിനകത്തോട്ട് കൊടുക്കുന്നത്. ഈ ഓരോ തരം ഡേറ്റയ്ക്കും അനുയോജ്യമായ ഇൻപുട്ട് ഡിവൈസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കമ്പ്യൂട്ടറിലോട്ട് ഓഡിയോ കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്, അത് മൈക്കാണ് അല്ലേ. കമ്പ്യൂട്ടറിലോട്ട് ഇമേജ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്, അത് സ്കാനറാണ് അല്ലേ, അല്ലെങ്കിൽ ക്യാമറയൊക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഓരോ തരം ഇൻപുട്ടിന് നമ്മൾ ഓരോ തരം ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിക്കും. അപ്പോൾ ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിൾസ് ഒക്കെ അറിയാമല്ലോ, കീബോർഡ് ഉണ്ട്, മൗസ്, സ്കാനർ, മൈക്ക്, ഡിജിറ്റൽ ക്യാമറ, ഇതെല്ലാം കമ്പ്യൂട്ടറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻപുട്ട് ഡിവൈസുകളാണ്. ഇതെല്ലാം ചേരുമ്പോഴാണ് കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് യൂണിറ്റ് ആകുന്നത്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിന് ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട് അല്ലേ. നമ്മളതിനെ ചുരുക്കി CPU എന്ന് പറയും, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPU ഈസ് ദ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ. CPU എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടറിൻ്റെ തലച്ചോർ. നമ്മുടെ തലച്ചോറിന് തുല്യമായ കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാണ് CPU എന്ന് പറയുന്നത്. ഇനി എന്താണ്, CPU ഈസ് റെസ്പോൺസിബിൾ ഫോർ ആക്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ ഓപ്പറേഷൻസ് ഓഫ് അതർ യൂണിറ്റ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ.
കമ്പ്യൂട്ടറിൻ്റെ മറ്റ് യൂണിറ്റുകൾ, അതായത് ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, ഇതിനെയെല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? അത് CPU ആണ്. CPU നമ്മുടെ ശരീരത്തിലെ ഏതൊരു പ്രവർത്തനവും നിയന്ത്രിക്കുന്നത് തലച്ചോറാണെന്ന് പറയുന്നത് പോലെ കമ്പ്യൂട്ടറിൻ്റെ ഏത് ഫങ്ഷണൽ യൂണിറ്റിനെയും എന്താണ് ആക്ടിവേറ്റ് ചെയ്യുന്നതും അതുപോലെ കൺട്രോൾ ചെയ്യുന്നതും ആരെ ഉത്തരവാദിത്തമാണ്? അത് CPUവിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി ഈ CPUവിൻ്റെ അകത്ത് തന്നെ പ്രധാനമായിട്ടും 3 യൂണിറ്റുകളുണ്ട്. CPUവിൻ്റെ ഉള്ളിലുള്ള യൂണിറ്റുകളാണ്. അത് ഏതൊക്കെയാണ്? അത് അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഉണ്ട്, നമ്മളതിനെ ALU എന്ന് പറയും. കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, നമ്മളതിനെ CU എന്ന് പറയും. പിന്നെ എന്താണ്? രജിസ്റ്റേഴ്സ്. ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിനകത്താണ് എല്ലാ തരത്തിലുമുള്ള കാൽക്കുലേഷൻസ് നടക്കുന്നത്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിനകത്താണ് എല്ലാ തരത്തിലുമുള്ള കാൽക്കുലേഷൻസ് നടക്കുന്നത്. ഇനി മറ്റ് യൂണിറ്റുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഒരാളല്ല കമ്പ്യൂട്ടറിനകത്തുള്ളത്, ഒരുപാട് പേര് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്, പല യൂണിറ്റുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സെക്ഷനെയാണ് നമ്മൾ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി CPUവിനകത്ത് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഏരിയ കൂടെ ഉണ്ട്. ഈ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും മെമ്മറി ഡിവൈസാണ്. CPUവിനകത്ത് ഉപയോഗിക്കുന്ന മെമ്മറിയെ നമ്മൾ പറയുന്ന പേരാണ് രജിസ്റ്റർ. അപ്പോൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ് ഇത്രയും ചേരുന്നതാണ് കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നതാണ് എന്ത്? കമ്പ്യൂട്ടറിൻ്റെ CPU. മറ്റെല്ലാ യൂണിറ്റുകളെയും കൺട്രോൾ ചെയ്യുകയും ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് CPUവിൻ്റെ ജോലിയാണ്, CPUവിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി CPUവിനകത്ത് 3 യൂണിറ്റുകളുണ്ട്. ഏതൊക്കെയാണ്? എല്ലാ തരത്തിലുമുള്ള കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്ന അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, മറ്റ് യൂണിറ്റുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന, കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കൺട്രോൾ യൂണിറ്റ്, പിന്നെ CPUവിനകത്തുള്ള മെമ്മറി, അതിനെ നമ്മൾ രജിസ്റ്റർ എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് CPUവിനകത്ത് വരുന്നത്. ഇനി അടുത്ത ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റോറേജ് യൂണിറ്റ് ആണ്. നമുക്കറിയാം, നമ്മൾ എന്തിനാണ് ഒരു സംഗതിയെ സ്റ്റോർ ചെയ്യുന്നത്? ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുമ്പോഴാണ് നമ്മളൊരു സംഗതിയെ സ്റ്റോർ ചെയ്യുന്നത്, അല്ലേ? ആ സ്റ്റോർ ചെയ്യുന്നത് ഡേറ്റയാകാം, ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസും ആവാം, കേട്ടോ. ഡേറ്റയും ഇൻസ്ട്രക്ഷനും, ഇൻഫർമേഷൻ അല്ല, ഡേറ്റയും ഇൻഫർമേഷനും നമ്മൾ ഒരേ മീനിങ്ങിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റോർ ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കാം? ഡേറ്റയും സ്റ്റോർ ചെയ്യും, അതായത് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യും. പിന്നെ എന്താണ്? ഈ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്രോഗ്രാം, ഇതിനെ രണ്ടിനെയും നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എന്താണ് സ്റ്റോറേജ് യൂണിറ്റ്? ദ സ്പെസിഫിക് ഫങ്ഷൻ ഓഫ് സ്റ്റോറേജ് യൂണിറ്റ് ആർ ടു ഹോൾഡ് ഓർ സ്റ്റോർ. സ്റ്റോറേജ് യൂണിറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? അത് തന്നെയാണ് സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുക. ഇനി എന്തൊക്കെയാണ് സ്റ്റോറേജ് യൂണിറ്റ് സ്റ്റോർ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതൊക്കെയാണ്. എന്താണ്? ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് റിക്വയർഡ് ഫോർ പ്രോസസ്സിംഗ്. പ്രോസസ്സിങ്ങിന് ആവശ്യമായ ഡേറ്റയും ഇൻസ്ട്രക്ഷനും. ഇനി അടുത്ത എന്താണ്? ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് ഫോർ ഓൺ ഗോയിങ് പ്രോസസ്സ്. ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്, അതെന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി അവസാനം എന്താണ്? ഫൈനൽ റിസൾട്ട് ഓഫ് പ്രോസസ്സിംഗ് ബിഫോർ റിലീസിങ് ടു ദ ഔട്ട്പുട്ട് യൂണിറ്റ്. ഡേറ്റയെ പ്രോസസ്സ് ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റോറേജ് യൂണിറ്റിന് പ്രധാനമായിട്ടും സ്റ്റോർ ചെയ്യേണ്ടി വരുന്നത്. എന്തൊക്കെയാണ്? ഡേറ്റയും ഇൻസ്ട്രക്ഷനും, പിന്നെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്, പിന്നെ വരുന്നത് എന്താണ്? ഫൈനൽ ഔട്ട്പുട്ട്. ഇനി നമ്മൾ ഈ സ്റ്റോറേജ് യൂണിറ്റുകളെ പ്രധാനമായിട്ടും 2ആയിട്ട് തിരിക്കാറുണ്ട്. പ്രൈമറി സ്റ്റോറേജ് എന്നും സെക്കൻഡറി സ്റ്റോറേജ് എന്നും 2ആയിട്ട് തിരിക്കാറുണ്ട്, കേട്ടോ. സ്റ്റോറേജ് ഡിവൈസുകളെ നമ്മൾ പ്രധാനമായിട്ടും 2ആയിട്ട് തിരിക്കും. എന്തൊക്കെയാണ്? പ്രൈമറി സ്റ്റോറേജ് ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. ഇതെന്താണ് എന്ന് വിശദമായിട്ട് നമ്മൾ മറ്റൊരു ചാപ്റ്ററിൻ്റെ അകത്ത് പഠിക്കും. എന്താണ് പ്രൈമറി സ്റ്റോറേജ്, എന്താണ് സെക്കൻഡറി സ്റ്റോറേജ്, ഏതൊക്കെയാണ് ഈ പ്രൈമറി സ്റ്റോറേജിലും സെക്കൻഡറി സ്റ്റോറേജിലും വരുന്ന ഡിവൈസുകൾ, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നെല്ലാം നമ്മൾ വിശദമായിട്ട് മറ്റൊരു ചാപ്റ്ററിൻ്റെ അകത്ത് പഠിക്കും. അപ്പോൾ സ്റ്റോറേജ് യൂണിറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഡേറ്റയെയും ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യേണ്ട ഇൻഫർമേഷനെയും സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ജോലി. ഇനി അതുമാത്രമല്ല, അതിന് ഇൻ്റർമീഡിയറ്റ് റിസൾട്ടിനെയും സ്റ്റോർ ചെയ്യണം, അതുപോലെ ഫൈനൽ ഔട്ട്പുട്ടിനെയും സ്റ്റോർ ചെയ്യണം.
അപ്പോൾ അതിനാവശ്യമായിട്ട് വരുന്ന എല്ലാ ഡിവൈസുകളെയും കൂടെ ചേർത്താണ് നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലോട്ട് ആദ്യം വരുന്ന സ്റ്റോറേജ് യൂണിറ്റ് ഏതാണ്, അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസ് ഏതാണ്? കമ്പ്യൂട്ടറിലോട്ട് ധാരാളം സ്റ്റോറേജ് ഡിവൈസുകളുണ്ടല്ലേ. ഹാർഡ് ഡിസ്ക് ഉണ്ട് അല്ലേ, പെൻ ഡ്രൈവ് ഉണ്ട്, മെമ്മറി കാർഡ് ഉണ്ട്, CD ഉണ്ട്, DVD ഉണ്ട്. ഇതെല്ലാം എന്താണ്? സ്റ്റോറേജ് ഡിവൈസുകളാണ്. പലതരത്തിലുള്ള ഡേറ്റയെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റോറേജ് ഡിവൈസുകളാണ്. ഇനി അവസാനം നമ്മൾ പറഞ്ഞ യൂണിറ്റ് ഏതാണ്? അതാണ് ഔട്ട്പുട്ട് യൂണിറ്റ് അല്ലേ. ഔട്ട്പുട്ട് യൂണിറ്റ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. കാരണം എന്താണ്? നമ്മൾ ഏതൊരു സിസ്റ്റവും പ്രവർത്തിപ്പിക്കുന്നത് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ് അല്ലേ. പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു, പക്ഷേ ഔട്ട്പുട്ട് വന്നില്ലെങ്കിൽ പിന്നെ ആ സിസ്റ്റം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. നമ്മൾ ഏതൊരു സിസ്റ്റത്തിനെയും ഇവാലുവേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എന്താണ് ഔട്ട്പുട്ട് യൂണിറ്റ്? അതിൻ്റെ ജോലി എന്തൊക്കെയാണെന്നാണ് കൊടുത്തേക്കുന്നത്. എന്താണ്? റിസീവ്സ് ദ റിസൾട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ CPU ഇൻ കോഡഡ് ഫോം. CPU നിന്ന് വരുന്ന റിസൾട്ടുകളെ എന്ത് ചെയ്യുക? റിസീവ് ചെയ്യുക. CPU നിന്ന് വരുന്ന, CPU ആണല്ലോ നമ്മുടെ ജോലി ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്ന ആളെന്ന് പറയുന്ന CPU ആണ്. അവിടെ നിന്നാണ് റിസൾട്ട് വരുന്നത്. ആ റിസൾട്ടിനെ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. പക്ഷെ ആ റിസൾട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കോഡഡ് ഫോമിലായിരിക്കും. എന്താണ്? കോഡഡ് ഫോമിലായിരിക്കും. അതായത് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാകാത്ത മറ്റൊരു രൂപത്തിലായിരിക്കും ഈ ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് ഔട്ട്പുട്ട് വരുന്നത്. ഇനി ഈ ഔട്ട്പുട്ട് ഡിവൈസ് എന്താണ് ചെയ്യുന്നത്? അതാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് എഴുതിയിരിക്കുന്നത്. കൺവേർട്ട് ദീസ് കോഡഡ് റിസൾട്ട് ഇൻ ടു ഹ്യൂമൻ റീഡബിൾ ഫോം. ഇങ്ങനെ നമുക്ക് മനസ്സിലാകാത്ത കോഡുകളായി വരുന്ന ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യുന്നു? മനുഷ്യന് മനസ്സിലാകുന്ന രൂപത്തിലോട്ട് മാറ്റുന്നു. ഇതാണ് ഔട്ട്പുട്ട് ഡിവൈസുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. CPU നിന്നും വരുന്ന റിസൾട്ടുകളെ, ഔട്ട്പുട്ടിനെ, അത് മനുഷ്യന് നേരിട്ട് മനസ്സിലാകാത്ത രീതിയിലുള്ള കോഡുകളായിട്ടാണ് വരുന്നത്. അതിനെ എന്താക്കി മാറ്റുന്നു? മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിലുള്ള കോഡുകളാക്കി മാറ്റുന്നു. ഇതാണ് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ ജോലി. ഇനി അത് മാത്രമല്ല, എന്താണ്? സപ്ലൈസ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? സപ്ലൈസ് ദ റിസൾട്ട് ടു ദ ഔട്ട്സൈഡ് വേൾഡ്. ഈ പറയുന്ന എന്താണ്? അത് ഔട്ട്പുട്ടിനെ മനുഷ്യന് മനസ്സിലാകുന്ന രൂപത്തിലോട്ട് മാറ്റുക എന്ന് പറയുന്നത് മാത്രമല്ല, എന്ത് ചെയ്യുന്നു? അത് ആവശ്യമുള്ള ആൾക്കാരിലോട്ട് അത് എത്തിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് ഡിവൈസുകളുടെ ജോലി. ഇനി നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ്? മോണിറ്റർ, പ്രിൻ്റർ, സ്പീക്കർ, പ്രൊജക്ടർ. ഇതെല്ലാമാണ് കമ്പ്യൂട്ടറിൻ്റെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസുകൾ അല്ലേ. നമുക്കറിയാം അല്ലേ, നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്ന മോണിറ്ററാണ്. പിന്നെ എന്തുണ്ട്? പ്രിൻ്ററുണ്ട്, സ്പീക്കറുണ്ട്, പ്രൊജക്ടറുണ്ട്. ഇതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസുകൾക്ക് എക്സാമ്പിളാണ്. ഈ ഡിവൈസുകളെല്ലാം കൂടെ ചേരുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? അത് ഔട്ട്പുട്ട് യൂണിറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത്രയും ചേരുന്നതാണ് കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ ഡയഗ്രാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത് ഓരോന്നും നിങ്ങൾ പഠിക്കുമല്ലോ. അപ്പോൾ കമ്പ്യൂട്ടറിന് പ്രധാനമായിട്ടും 4 ഫങ്ഷണൽ യൂണിറ്റുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ യൂണിറ്റിനെയും പറ്റിയും മിനിമം ഒരു 2 പോയിൻ്റെങ്കിലും എഴുതാൻ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് ഓരോ സ്ലൈഡിലും ഓരോ യൂണിറ്റിനെയും പറ്റി നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഓരോ യൂണിറ്റിനെ പറ്റിയും നമുക്ക് എഴുതാൻ മിനിമം ഒരു 2 പോയിൻ്റെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക, ആവർത്തിച്ച് കേട്ടത് എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഈ ഫങ്ഷണൽ യൂണിറ്റുകളെ പറ്റി വിശദമായിട്ട് ഞാൻ പറഞ്ഞു മറ്റൊരു ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ പഠിക്കും. അവിടെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് ഈ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു 5 മാർക്ക് ചോദ്യമാണ്. അപ്പോൾ 5 മാർക്ക് ചോദ്യത്തിന് ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മളതാണ്ട് ഈ കാണുന്ന അല്ലേ, നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ചിത്രം നമ്മൾ വരയ്ക്കണം. എന്നിട്ട് ഓരോ യൂണിറ്റിനെ പറ്റിയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇത്രയും ആണ് കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം.
അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് ഡേറ്റ പ്രോസസ്സിംഗ് ആണ്. എന്താണ് ഡേറ്റ പ്രോസസ്സിംഗ്, എന്താണ് ഡേറ്റ, എന്താണ് ഇൻഫർമേഷൻ എന്നുള്ള കാര്യം വളരെ വിശദമായിട്ട് നമ്മൾ വളരെ വലിച്ചു നീട്ടിയാണ് അത് പറഞ്ഞത്. അത് അത്രയും പ്രാധാന്യമുള്ള കാര്യമായതുകൊണ്ടാണ് ഇത്രയും ഇലാബറേറ്റ് ആയിട്ട് ആ കാര്യം പറഞ്ഞത്. ഇനി ഡേറ്റ പ്രോസസ്സിങ്ങിൽ മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടറിൻ്റെ ജോലി എന്ന് നമ്മൾ പറഞ്ഞു. ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ അകത്ത് വരുന്ന ഡിഫറൻറ്റ് സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഡേറ്റ പ്രോസസ്സിങ്ങിന് അനുയോജ്യമായ വിധത്തിലാണ് കമ്പ്യൂട്ടറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു. അത് ഡിസൈൻ ചെയ്തത് ഈ കാണുന്ന ആളാണ്, ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന ആളാണ്. ഇനി അത് ഏത് രീതിയിലാണ് ആ കമ്പ്യൂട്ടറിൻ്റെ ഡിസൈൻ എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ക്ലാസ് നന്നായിട്ട് കേൾക്കുക. നിങ്ങൾ കേൾക്കുന്നതും ഒരു ഡേറ്റ പ്രോസസ്സിംഗ് ആണ്. കേട്ട് അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ അത് ഡേറ്റ മാത്രമായിട്ടിരിക്കും. അത് കേട്ടങ്ങ് കളഞ്ഞാൽ പോരാ, നിങ്ങൾ ആ കേൾക്കുന്ന കാര്യങ്ങളെപ്പറ്റി ആലോചിക്കണം. അപ്പോഴാണ് അത് ഇൻഫർമേഷനായിട്ട് മാറുന്നത്. ഇനി നമുക്ക് ഇൻഫർമേഷൻ നിന്നാലും പോരാ. എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്നത് ആ സമയത്ത് നമ്മുടെ ഈ വിവരത്തിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. അതായത് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ലെവലിൽ നമ്മൾ നിന്നാൽ പോരാ, നമുക്ക് ആ ഇൻഫർമേഷനെ കൃത്യമായ സാഹചര്യത്തിൽ കൃത്യമായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ കഴിയണം. അതായത് നമുക്ക് നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ശരി.